ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അമ്പാടിനെയാണ്. അമ്പാടി ഒരു മലയുടെ മുകളിൽ കയറി എന്തൊക്കെയോ സ്വപ്നം കണ്ടിരിക്കാൻ ആകാശത്ത് നോക്കിയിട്ടോ. അത് കണ്ടുകൊണ്ട് അർജുൻ അവിടേക്ക് വരുന്നുണ്ട്. എടാ അമ്പാടി, എടാ അർജുനെ, ഹൂയ് ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ് വിളിക്കാണ്. അപ്പൊ അർജുനൻ തിരിച്ച് ഹൂയ് എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് പോകുന്നു കേട്ടോ. എന്താണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ എങ്ങനെ നിലത്തേക്ക് ചാടാന്നാണോ? ആത്മഹത്യനെ കുറിച്ചാണോടാ നീ ആലോചിക്കുന്നത്? മുമ്പാണെങ്കിൽ നീ പറഞ്ഞത് ശരിയാണെന്ന് ചിലപ്പോ ഞാൻ വെച്ചാനായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലടാ. ഇപ്പൊ ജീവിക്കാനുള്ള കൊതിയാണ് മനസ്സിന്. എങ്ങനെ ജീവിക്കണം എന്ന് ആലോചിക്കുകയാണെന്ന് പറയണോ? ഓഹോ, അത് കൊള്ളാലോ. അതേടാ, ഞാനേ കുറച്ച് സ്വപ്നങ്ങളൊക്കെ കാണുമായിരുന്നു പത്മയായിട്ടുള്ള ജീവിതത്തെ കുറിച്ച്. അതൊക്കെ കാണണം. ഉടനെ തന്നെ അതൊക്കെ നടക്കും എന്ന് പറയണം. നീ ഒന്ന് ആലോചിക്കടാ, പത്മ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അവളുടെ ശവസംസ്കാരം വരെ നടത്താൻ വേണ്ടി പോയതാണ്. അവിടെ നിന്നല്ലേടാ അവള് ജീവിച്ചു വന്നത്. അപ്പൊ അതിന് എന്ത് മനസ്സിലാക്കാം? പത്മ എനിക്കുള്ളതാടാ, എനിക്ക് മാത്രമുള്ളതാ എന്ന് പറയുമ്പോ അത് നീ പറഞ്ഞ ശരിയാടാ, നിനക്കുള്ളത് തന്നെയാടാ അളിയാ പത്മ എന്ന് പറയണം. അമ്പാടി ചോദിക്കണ്ടേ, അല്ലടാ നിന്റെ കാര്യം എന്തായി? നിന്റെ പെണ്ണുമ്പിള്ളയുടെ അകത്ത് പറഞ്ഞോ നീ രാജീവല്ല അർജുനാണെന്ന്? അത് കേൾക്കുമ്പോഴേക്ക് അർജുൻ മനസ്സിലേക്ക് വിചാരിക്കുന്നു, ഈശ്വര എന്റെ മഞ്ജുടെ വിവാഹം കഴിഞ്ഞ കാര്യം ഇവനെ അറിയില്ല. അതിപ്പോ പറഞ്ഞാലോ? വേണ്ട, ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ല. അവനൊരു സർപ്രൈസ് കൊടുക്കാം, നാളെ കഴിയട്ടെ. എന്താ നീ ആലോചിക്കുന്നത്? ഒന്നുമില്ലടാ, അവളെടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല. സമയാവട്ടെ പറയാം. ഇനി എന്ത് സമയമാവാനാടാ? നോക്ക്, ആ രാഘവനുണ്ണി ആ കാവ്യനെ കൊണ്ട് നിന്നെ വിവാഹം കഴിക്കുന്ന മുമ്പ് നീ അവളുടെ സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടതാണ് നല്ലത് എന്ന് പറയുമ്പോഴേക്കും ആലോചിക്കട്ടാ, ഉടനെ തന്നെ പറയണോന്നാണ് വിചാരിക്കണത്. എന്നിട്ട് ഞാനും എന്റെ പെണ്ണുമ്പളും കൂടി നമ്മുടെ ആ സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്ത് നമ്മുടെ പറമ്പിലെ ആവശ്യങ്ങളൊക്കെ കൃഷിയുടെ ആവശ്യമുണ്ട്, ചെറിയൊരു വീടെടുത്തിട്ടില്ലേ, അവിടെ ഇരുന്നിട്ട് നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നല്ല നൊസ്റ്റാൾജിയ ഫീലില് ഒരു ജോൺസൺ മാഷിന്റെ പാട്ട്, ഒരു കട്ടൻ ചായ ഒക്കെ കെട്ടിപ്പിടിച്ചിരിക്കും എന്ന് പറയാണ്. അത് കൊള്ളാം, അത് നല്ലൊരു ഐഡിയ ആണ്. എങ്കിൽ എനിക്കുണ്ടൊരു ആഗ്രഹം. അതെന്താ? നമ്മള് സ്വിറ്റ്സർലാൻഡിൽ ഒരു ഫാം നടത്തുകയാണ്. പശുവിന്റെ മിൽക്ക് പശുവിന്റെ പാലാണെങ്കിൽ എനിക്ക് താല്പര്യമാടാ എന്ന് അർജുൻ പറയുമ്പോ, അതേടാ നമ്മൾ അവിടെ ഒരു ഫാം നടത്തുവാണ്. നമ്മുടെ പെണ്ണും പിള്ളമാര് നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്നേ. തൊട്ടടുത്തടുത്ത വീട്ടിൽ നമ്മൾ രണ്ടുപേരും നിൽക്കുവാണ്. അത് കൊള്ളാം. അവിടെ ഏതെങ്കിലും ഇംഗ്ലീഷുകാരൻ രാഘവനുണ്ണെ കൊന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ജലി വക്കീൽ എങ്ങനെയുണ്ട്? എടാ നീ എന്റെ അച്ഛനെ കൊല്ലോ അല്ലെ? അവിടെ ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞാണ്. അല്ല, അവിടെ ഏതെങ്കിലും ഒരു കോടതിയില് നല്ലൊരു പേരെടുത്ത വക്കീല് നിന്റെ പെണ്ണും പിള്ള. അങ്ങനെയൊക്കെ നമ്മൾ നിൽക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയടാ. കൊള്ളാലോടാ, നീ ഇന്റർനാഷണൽ ലെവലിലല്ല സ്വപ്നം കാണുന്നത്. സ്വപ്നം കാണുമ്പോ എന്തിനാടാ കുറയ്ക്കുന്നത്? അതുകൊണ്ടാ എന്ന് പറയണം. ശേഷം അമ്പാടി പറയണ്ടേ, എടാ ഈ പത്മ വല്ല നേഴ്സിംഗ് ആണെങ്കിൽ അവളെ പുറം നാട്ടിൽ എവിടെയെങ്കിലും വിട്ട് അവളുടെ കെയർ ഓഫിൽ എനിക്ക് അവിടെ പോയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കായിരുന്നു. എടാ ഈ 10ാം ക്ലാസ് പോയി കഴിഞ്ഞ പെണ്ണുങ്ങള്, തോറ്റ പെണ്ണുങ്ങള് നേഴ്സിംഗിന് എടുക്കോടാ. എടാ വെറുതെ ഇരിയടാ നീ എന്ന് പറഞ്ഞിട്ട് അർജുന ഇങ്ങനെ പറഞ്ഞിങ്ങനെ ചിരിക്കുകയാണ്. അമ്പാടി ഇങ്ങനെ പറഞ്ഞ് ചിരിക്കുകയാണ്. അപ്പൊ അർജുന എടാ പോടാന്നൊക്കെ പറഞ്ഞിങ്ങനെ കളിയാക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഭയങ്കര സന്തോഷത്തിലിരിക്കുന്ന സമയത്ത് അഞ്ജലി തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. അഞ്ജലിനെയും കാത്ത് ശ്യാമളയും ശിവരാമനും അതുപോലെ തന്നെ ഇന്ദിരയും ആര്യയൊക്കെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ശ്യാമളുടെ മനസ്സിൽ ഫുള്ളും അനുഭവം പറഞ്ഞ കാര്യമാണ്, അഞ്ജലിയുടെ രഹസ്യ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞ ആ ഒരു ഡയലോഗ് മാത്രമേ ശ്യാമളുടെ മനസ്സിലുള്ളൂ. ആ ഒരു സമയത്ത് തന്നെയാണ് അഞ്ജലി അവിടേക്ക് വരുന്നത് കേട്ടോ. അഞ്ജലി സ്കൂട്ടിയൊക്കെ വെച്ചതിന് ശേഷം ഷോള് കഴുത്തിന് ചുറ്റുമായിട്ട് ഇങ്ങനെ ഷോൾ ഇട്ടിട്ട് അങ്ങനെ മാല കാണാത്ത വിധത്തിൽ ഷോളൊക്കെ ഇങ്ങനെ വെച്ചതിന് ശേഷം അകത്തൊക്കെ കയറാൻ പോകുമ്പോഴേക്ക് ശ്യാമള ഇറങ്ങി വരുന്നുണ്ട്. ശ്യാമളുടെ തൊട്ട് പിന്നാലെ നമ്മുടെ ശിവരാമനും ഇന്ദിരയും ആര്യയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ശ്യാമള പറഞ്ഞിട്ട് നിക്കടി എവിടാ എന്ന് പറയാണ്. പെട്ടെന്ന് അഞ്ജലി ഇങ്ങനെ ഞെട്ടിയിട്ട് ശ്യാമള നിങ്ങൾ നോക്കാട്ടോ. എന്താമേ? നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ എല്ലാരും കാത്തിരിക്കുന്നത്. ഇവിടെ കുറച്ചു മുമ്പ് അനുപമ വന്നിരുന്നു, നിന്നെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിട്ടാ ഞങ്ങൾ എല്ലാരും കാത്തിരിക്കുന്നത്. അല്ല, അവൾ എന്താ അമ്മയുടെ പറഞ്ഞത്? ആ കാര്യം പറയാമേ, എന്നാലും എനിക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. നീ മറുപടി പറയണം. അവളെന്താ പറഞ്ഞെന്നറിയാവോ? അഞ്ജലിയുടെ രഹസ്യ വിവാഹം കഴിഞ്ഞു. നീ ആരുടെ താലിക്ക് മുമ്പിൽ കഴുത്തു കുനിച്ചു കൊടുത്തോന്ന് രഹസ്യമായിട്ട് അവള് പറഞ്ഞതിൽ എന്താടി സത്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോ അഞ്ജലി ഷോക്കായിട്ട് ഇങ്ങനെ നിക്കോട്ടെ. അപ്പൊ ഭയങ്കര ഇടിമിന്നലും ഒക്കെ ഉണ്ട് അവിടെ. അപ്പൊ അവിടെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് അഞ്ജലി. എന്താടി നീ മിണ്ടാത്തത്? പറയടി കുരുത്തം കിട്ടുള്ള പറയടി. അവള് പറഞ്ഞതിൽ വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോ അഞ്ജലി മിണ്ടാതിരിക്കുകയാണ്. അപ്പൊ ശ്യാമളക്ക് കാര്യം മനസ്സിലായി. അനുഭവം പറഞ്ഞതിൽ എന്തൊക്കെയോ കാര്യമുണ്ടെന്ന്. അപ്പൊ തന്നെ നമ്മുടെ ശ്യാമള അഞ്ജലിയുടെ മുഖത്ത് മാറി മാറി അടിക്കാട്ടോ. അത് കണ്ടുകൊണ്ട് ശിവരാമൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശ്യാമളെ നീ എന്താ ശ്യാമളി കാണിക്കണേ? മാറി നിൽക്ക അവിടുന്ന്. ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് അനുപമയല്ല അഞ്ജലിന്ന്. അവൾ ഒരിക്കലും അങ്ങനൊന്നും ചെയ്യില്ല. അവളെ നമ്മുടെ മോളാണ്. അനുപമനെ പോലെ അല്ല അഞ്ജലി, മനസ്സിലായോ? എടി മോളെ,
നിന്റെ അമ്മ വെറുതെ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോ അഞ്ജലി അത് കേട്ട് അപ്പോഴും കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കാട്ടോ. ശിവരാമൻ പറയുന്നുണ്ട്, അനുപമ അങ്ങനത്തെ ഒരു കാര്യം വന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും ഭയങ്കര ടെൻഷനായി മോളെ, എല്ലാവരും നിന്റെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കാണ്. പറ മോളെ, അനുപമ പറയുന്ന കാര്യമൊന്നും ഇല്ലല്ലോ അല്ലെ എന്ന് ചോദിക്കുമ്പോ അഞ്ജലി കരഞ്ഞോണ്ടിരിക്കാട്ടോ. അവിടേക്ക് ഇന്ദിര വരുന്നുണ്ട്. എന്റെ ചേട്ടാ, ഓ ശ്യാമള, നിങ്ങൾ ഇത്ര പൊട്ടന്മാരായി പോയല്ലോ, നിങ്ങൾ ഇങ്ങനെ അവിടെ ചോദിച്ചുകൊണ്ടേ ഇരിക്കണത്. ദേ ആ കഴുത്തിൽ താലിമാല ഉണ്ടോ നോക്കിയാ പോരെ എന്ന് പറഞ്ഞിട്ട് ഇന്ദിര വേഗം അഞ്ജലിയുടെ അടുത്തേക്ക് വരുവാണ്. അഞ്ജലി വേണ്ട അമ്മായി വേണ്ട എന്ന് പറയുമ്പോ നമ്മുടെ ഇന്ദിര വന്നിട്ട് അഞ്ജലിയുടെ ഷോൾ ഉണ്ടല്ലോ ചുരിദാറിന്റെ അതെടുത്ത് മാറ്റുവാട്ടോ. എന്നിട്ട് കഴുത്തിൽ കിടക്കുന്ന മാല എടുക്കാൻ പോകുമ്പോഴേക്കും ഇന്ദിരയുടെ കയ്യിൽ പിടിക്കാണ് അഞ്ജലി. വേണ്ട അമ്മായി വേണ്ട എന്ന് പറഞ്ഞിട്ട് കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും ശ്യാമൾ അവിടെ വരുന്നുണ്ട്. കൈ വിടടി എന്ന് പറയാണ് അഞ്ജലി എടുത്ത്. അങ്ങനെ അഞ്ജലി ഇന്ദിരയുടെ കൈ വിടുന്നുണ്ട്. ശേഷം ഇന്ദിര ചുരിദാറിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചേക്കണ ആ താലിമാല പുറത്തേക്ക് എടുത്തിടുക കേട്ടോ. അത് കാണുമ്പോൾ എല്ലാവർക്കും ഷോക്ക് ആവാണ്. അത് താലിമാല തന്നെയാണ് കേട്ടോ. അത് കാണുമ്പോഴേക്കും ശ്യാമള വഴിയിട്ട് കുരുത്തം കേട്ടവളെ, അപ്പൊ അനുപം പറഞ്ഞൊക്കെ സത്യമാണല്ലേ അമ്മ, ഞാൻ എന്താ നടന്നതൊക്കെ അമ്മയടുത്ത് പറയാം എന്ന് പറയുമ്പോഴേക്കും ഇന്ദിര വരുന്നുണ്ട്. അതെ, എനിക്കൊരു പെൺകൊച്ചാണ് ഉള്ളത്, എങ്കിലും ഞാൻ ചോദിക്കുവാണ്, നിന്റെ താലികെട്ട് മാത്രമേ കഴിഞ്ഞുള്ളൂ അതോ ആദ്യ രാത്രിയും കഴിഞ്ഞോ അമ്മായി എന്ന് അഞ്ജലി പറയുമ്പോഴേക്കും എന്താടി ഞാൻ ചോദിച്ചപ്പോ നിനക്ക് ശബ്ദം ഉയർന്നോ? എടി അപ്പോഴേക്കും ശ്യാമള ആരാടി നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്, പറയടി ആരടി നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് ഇത് ചോദിക്കുമ്പോഴേക്കും അഞ്ജലി ഒന്നും മിണ്ടുന്നില്ല, കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഇന്ദിര പറയണ്ടേ, എന്റെ ശ്യാമളെ അത് പ്രത്യേകം ചോദിക്കാനുണ്ടോ? ആ കറുത്ത കാറിൽ ആ കറുത്ത ജീപ്പിൽ വരുന്ന ആ വെളുത്ത സുന്ദരൻ അല്ലെ, അവൻ തന്നെയല്ലേടി ഇതിന്റെ കഴുത്തിൽ താലി കെട്ടിയത്, പറയടി എന്ന് പറയുമ്പോ അതെ രാജീവാണ് താലി കെട്ടിയത് അമ്മേ. പക്ഷെ അത് ഉണ്ടായ സാഹചര്യം ഞാൻ പറഞ്ഞു തരാം, വേണ്ട ഇനി ഒന്നും പറയണ്ട. ശിവരാമേട്ട നിങ്ങൾ കേട്ടല്ലോ, നിങ്ങളല്ലേ പറഞ്ഞത് അനുപമയല്ല അഞ്ജലിയല്ല അനുപമ എന്നൊക്കെ. ഇപ്പൊ എന്തായി, ഇവള് പറഞ്ഞത് കേട്ടില്ലേ എന്ന് പറയുമ്പോഴേക്കും ശിവരാമൻ അകത്തേക്ക് കയറി പോവാണ്. അഞ്ജലി പെണ്ണ അമ്മ ഞാൻ നടന്ന സംഭവങ്ങളൊന്നൊക്കെ പറയാം, വേണ്ട നീനൊന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്യാമള അകത്ത് കയറി പോകുന്നുണ്ട്. എന്നിട്ട് ഒരു ബാഗ് എടുത്തിട്ട് അഞ്ജലിയുടെ മുഖത്തേക്ക് വലിച്ചെറിയാൻ, എടുത്തോണ്ട് പോയിക്കോ, ഇനി മേലാൽ ഈ പടിക്കകത്ത് നീ കടന്നു പോവരുത്. പിന്നെ അതെ ഇവളുടെ കുറച്ച് സുഹൃത്തുക്കളുണ്ടല്ലോ, അതുങ്ങൾ ഒറ്റണത്തിന് ഈ കാര്യം പറഞ്ഞ് അകത്തേക്ക് ക്ഷണിച്ചു പോകരുത്. ഇവളെയും കൂട്ടിക്കൊണ്ട് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അകത്തേക്ക് വരരുത്, പറഞ്ഞത് മനസ്സിലായോ? അങ്ങനെ എന്തെങ്കിലും ഇവളി പടി കടന്ന് അകത്തേക്ക് വരുവാണെങ്കിൽ അപ്പോ ഞാൻ തീർക്കും എന്റെ ഈ ജീവിതം ഒരു മുഴം കയറില്, കേട്ടല്ലോ നീ? അപ്പൊ പറഞ്ഞ അമ്മായി ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇപ്പൊ നമുക്ക് അകത്ത് നിന്ന് സംസാരിക്കാം, അഞ്ജലിക്ക് പറയാനുള്ളത് എന്താണ് നമ്മൾ കേൾക്കണ്ടേ? വേണ്ട ഒന്നും കേൾക്കണ്ട, എല്ലാം മതിയായി. ഞാൻ പറഞ്ഞത് നിന്റെ അടുത്ത് കൂട്ടാണ്, ഇവളുടെ കാര്യം ഇനി നീ പറഞ്ഞു കഴിഞ്ഞാ ആ ഒരു മുഴം കയറിലുണ്ടല്ലോ ഞാൻ അങ്ങോട്ട് ജീവിതം അവസാനിപ്പിക്കും, ഓർത്തോ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാണ് ശ്യാമള. ആര്യം കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ മുമ്പറ തന്നെ നിൽക്കുവാട്ടോ. ശിവരാമൻ നേരത്തെ തന്നെ അകത്ത് കയറി പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ഇന്ദിര അഞ്ജലിയുടെ അടുത്തേക്ക് വരുവാണ്. അഞ്ജലി ആണെങ്കിൽ ആകെ വിഷമിച്ച് തല കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുവാട്ടോ. അഞ്ജലി നോക്കി പുച്ഛത്തോടെ ചിരിക്കുകയാണ് ഇന്ദിര. അഞ്ജലി വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നല്ല മഴയും പെയ്തു തുടങ്ങി കേട്ടോ. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പൊ നാളത്തെ പ്രൊമോയിലാണ് നമ്മുടെ അർജുൻ വരുന്ന ഭാഗം. അത് ഞാൻ വീക്കെൻഡ് പ്രൊമോ ആയിട്ട് കണ്ടിരുന്നു. അപ്പൊ അതിൽ അർജുൻ ഇങ്ങനെ വന്നിട്ട് അഞ്ജലിയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഭാഗങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.